ഡോക്ടർ മോഹൻ വർഗീസ്, ആയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്കത്തിന് പിന്നാലെ മകൻ മുജ്തബയുടെ ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. പിതാവിൻ്റെയും യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായവരുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യും എന്ന് ശപഥം ചെയ്യുന്നു. ഞങ്ങൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ഇത് സഫലമാകും. വൈകാതെ ലോകത്തിലെ എല്ലാ സ്വതന്ത്ര മനുഷ്യരും ഈ ദൗത്യത്തിൻ്റെ ഒരു ഭാഗം നിറവേറ്റും എന്നാണ് മുജ്തബ സന്ദേശത്തിൽ പറയുന്നത്. ഇറാൻ അടങ്ങിയിരിക്കില്ല എന്നാണോ ഇതിൻ്റെ ഒരു അന്തസത്ത? ഇറാൻ അടങ്ങിയിരിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ യാതൊരു സാധ്യതയും ഇല്ല. ഒരു ജനതയുടെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. ഒരു ഭരണകൂടത്തിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്തിരിക്കുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് മെച്ചം. എത്ര കാലമെന്ന് നമുക്കറിയില്ല. പരമാവധി സമയം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഒരിക്കലും ഒരു ഏറിയൽ അറ്റാക്കിലൂടെ ആയത്തുള്ള മുജ്തബ ഖമനയി നയിക്കുന്ന ഒരു സംവിധാനം അട്ടിമറിക്കാനാവില്ല എന്നിപ്പോൾ ഏതാണ്ട് ഉറപ്പായി. IRGC വളരെ ഫേമായി ഇറാൻ്റെ ഘടനകളുടെ തലപ്പത്തുണ്ട്. അപ്പോൾ ഇതൊന്നും അങ്ങനെ അട്ടിമറിക്കാനാവില്ല. ആ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഈസ് നൗ റിവ്യൂയിങ് ദ സിനാരിയോ. അതായത് ഒരു ഘട്ടം കഴിഞ്ഞു. ആയത്തുള്ള അലി ഖമനി മരണപ്പെട്ടിട്ട് 125 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഖബറടക്കം സാധ്യമായത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അനുവദനീയമാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യുദ്ധ സമാനമായ സാഹചര്യം വരുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അത് ആ ശരീരം പ്രത്യേകമായി ശീതീകരിച്ച് സൂക്ഷിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും അത് രാസലേപനങ്ങൾ ഇല്ലാതെ, കാരണം ഇസ്ലാമിക രീതി അനുസരിച്ച് അങ്ങനെ എംബാമിങ് അനുവദനീയമല്ല. അതുകൊണ്ട് ആ രീതിയിൽ ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ ഈ സംസ്കാരം നടക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് ഉണ്ടായ വലിയ ആശയക്കുഴപ്പം, വെറും ആശയക്കുഴപ്പമല്ല, മനഃപൂർവ്വമായി ഉണ്ടാക്കി എന്ന് ഇറാനിയൻ ജനതയും ഭരണകൂടവും കരുതുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ആ സമയത്തെ ഖബറടക്ക ശുശ്രൂഷ 6 ദിവസം നീണ്ടുന്ന ചടങ്ങുകളാണല്ലോ. ആ സമയത്ത് ഒരു ഏറ്റുമുട്ടലും ഉണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു പൊതുവെയുള്ള വിശ്വാസം. അത് ലംഘിച്ചുകൊണ്ട് രണ്ട് കൂട്ടരും, അതിന് അമേരിക്കയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇറാൻ്റെ ഭാഗത്തു നിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ അമേരിക്ക അത് ചെയ്തു. പക്ഷേ കപ്പലുകൾ നിർദ്ദിഷ്ട പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. നിർദ്ദിഷ്ട പാത എന്നത് 14 ഒരു എഗ്രിമെൻറ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ എത്തിച്ചേർന്ന 14 എഗ്രിമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇറാൻ നിശ്ചയിക്കുന്ന ഇടത്തുകൂടി ടോൾ പിരിക്കാതെ കപ്പലുകൾക്ക് പോകാം. അങ്ങനെ ഇറാൻ്റെ സ്വാധീനം തൽക്കാലത്തേക്കെങ്കിലും അവിടെ നിലനിർത്തുക, അതിനുശേഷം പിന്നീട് റിവ്യൂ ചെയ്യാം. ആ ധാരണ അട്ടിമറിച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് കരാറിൽ നിന്നും പിന്നാക്കം പോയത് അമേരിക്കയാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. പക്ഷേ കപ്പലുകളെ ആക്രമിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ ഇറാൻ തുനിഞ്ഞാൽ പ്രത്യാക്രമണം നടത്തേണ്ടതുണ്ട്. തങ്ങളത് ചെയ്തിരിക്കുന്നു. ഇത് രണ്ട് കൂട്ടരും ബേനി പറയുന്നു. ചുരുക്കത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യത, അത് നെഗോസിയേറ്റേഴ്സും ആകെ അങ്കലാപ്പിലായി. അവരെന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി നെഗോഷിയേറ്റ് ചെയ്യാൻ? ഇനി നേരിട്ടുള്ള നെഗോസിയേഷൻ ഇല്ല എന്ന് ഇറാനും പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഇൻ്റർലോക്യൂട്ടേഴ്സ് ഓവർ ടൈം ശ്രമിക്കുന്നുണ്ട്. ഖത്തറും പാകിസ്ഥാനും എല്ലാം തന്നെ ഓവർ ടൈം ശ്രമിച്ച് വീണ്ടും ഈ കക്ഷികളെ, അമേരിക്കയും ഇറാനെയും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ, ചർച്ചാ മേശയിൽ കൊണ്ടുവരണമെന്നാണ് ചിന്ത. പക്ഷേ ഇതിനിടയിലാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് പ്രതികാരം ചെയ്തിരിക്കും, റിവെഞ്ച്. തങ്ങളുടെ തലമുറയ്ക്ക് അത് കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത തലമുറ. അപ്പോൾ തലമുറകളെ അമേരിക്ക വിരുദ്ധതയിൽ നിർത്തുന്ന, സയണിസ്റ്റ് വിരുദ്ധതയിൽ, ഇസ്രായേലി വിരുദ്ധതയിൽ, അമേരിക്ക വിരുദ്ധതയിൽ ഒക്കെ നിലനിർത്തുന്ന ഒരു മനോഭാവത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു ഭീതിതമായ ഒരു അന്തരീക്ഷമാണ്. ഒരു ഭരണകൂടത്തെ എതിർക്കാം, ഒരു ഭരണകൂടത്തെ പുറത്താക്കാം, പക്ഷേ ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ ജനത ഏതറ്റം വരെ പോയും തലമുറകളെ, ഇതന്നെയാണ് കുടിപ്പക എന്നൊക്കെ മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ടല്ലോ, കുടിപ്പക. ഈ കുടിപ്പകകൾ ഒട്ടും നല്ലതല്ല. അന്താരാഷ്ട്ര കുടിപ്പകകൾ തീർച്ചയായും ആ പ്രദേശത്തെ എക്കാലത്തും സംഘർഷഭരിതമാക്കി നിർത്തും. അതുകൊണ്ട് ഇവിടെ ഒരു വിശ്വാസവഞ്ചന കാണുന്നു. ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇതെല്ലാം. സുന്നി ഇസ്ലാമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഭൂരിപക്ഷം രാജ്യങ്ങൾക്കും. ഷിയ ഇസ്ലാം ആണ് ഇറാനും ഇറാഖും ഒക്കെ. ഇറാഖിൽ ഭൂരിപക്ഷം ഷിയ ആണ്, ഇറാനിൽ മഹാഭൂരിപക്ഷം ഷിയ ആണ്. പക്ഷേ ഈ ഷിയ സുന്നി വ്യത്യാസമല്ല യഥാർത്ഥത്തിൽ പ്രശ്നത്തിന് കാരണം അന്യ രാജ്യങ്ങളുടെ ഇടപെടലാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ആ മേഖലയിലെ ഇടപെടലാണ്. ആ വിഷയം തുടരുന്നിടത്തോളം കാലം ഇറാൻ എന്ന രാജ്യം ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ പദ്ധതികളെ ആ പ്രദേശത്ത് റെസിസ്റ്റ് ചെയ്യുന്നത് സുന്നി അറബ് രാജ്യങ്ങളല്ല, മറിച്ച് ഷിയ രാജ്യമായ ഇറാനാണ്. അപ്പോൾ ആ രാജ്യം
ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ രക്തപ്പുഴ ഒഴുകുന്നു, അവിടെ ചോര ചിന്തുന്നു. ആ ചോര ചിന്തുമ്പോൾ ഒരു രാജ്യത്തിനെ തന്നെ അവസാനിപ്പിക്കും എന്ന രീതിയിൽ പ്രധാന രാജ്യമായ അമേരിക്കയുടെ, ശക്തമായ രാജ്യമായ അമേരിക്കയുടെ പ്രസ്താവന വരുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ നിൽക്കുകയായിരുന്നു കുറേയൊക്കെയെങ്കിലും. പക്ഷേ അതെല്ലാം മാറിയിരിക്കുന്നു. അയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്ക ശുശ്രൂഷ ചടങ്ങുകൾ ഒരു സൂചനയാണ് എങ്കിൽ ജനം വളരെ ജൈവികമായിട്ട് തന്നെയാണ്, വളരെ വളരെ വികാരപരവശരായിട്ട് തന്നെയാണ് അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ട് നിൽക്കുന്നത്. ഇതൊന്നും ഈ പറഞ്ഞു വിളിപ്പിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. ജനകോടികളാണത്. 2 കോടിയോളം ജനമാണ് പ്രതീക്ഷിച്ചത്. 1.5 കോടിയെങ്കിലും എത്തിയിട്ടുണ്ടാകണം പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന ചടങ്ങുകളിൽ. ഇവരുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ വലിയ അമേരിക്ക വിരുദ്ധമാണ്. ആ അമേരിക്ക വിരുദ്ധത ആളി കത്തിക്കാനാണ് മുജ്തബ ഖൊമേനി എന്ന ഇപ്പോഴത്തെ ഡിഫാക്ടോ സോവറിൻ അതോറിറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തങ്ങളുടെ തലമുറയ്ക്ക് ശേഷവും ഒരുപക്ഷെ അമേരിക്കയ്ക്ക് സ്വസ്ഥത ലഭിക്കില്ല. അപ്പോൾ ഈ ശത്രുത ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ശത്രുതയായി കൂടി വളർന്നാൽ ആലോചിക്കൂ, ആ പ്രദേശത്തിന് എന്തെങ്കിലും ശാന്തി ഉണ്ടാകുമ്പോൾ 9 കോടി ജനങ്ങളുള്ള വലിയ രാജ്യമാണ് ഇറാൻ എന്നോർക്കണം. അപ്പോൾ അത്രയും ജനതയെ വിറപ്പിച്ചുകൊണ്ട് ഇനി ഒരു ഭരണകൂടം വന്നാലും അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന ഒരു പാവ ഭരണകൂടം വരുന്നു എന്ന് തന്നെ സങ്കല്പിക്കുക. ആ ഭരണകൂടത്തെ എത്രത്തോളം കാലം ജനം അംഗീകരിക്കും? അപ്പോൾ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഉണ്ടായ ആ മനോഭാവം കടുകിട വ്യത്യാസമില്ലാതെ കുറച്ചുകൂടി രൂക്ഷമായി നിൽക്കുന്നു. അതുമാത്രമല്ല, അയത്തുള്ള അലി ഖമനി ഉണ്ടായിരുന്ന സമയത്ത് ഒരു രീതിയിൽ മിതത്വം ഉണ്ടായിരുന്നു. ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാതെ പലപ്പോഴും അവസാനം സംയമനം പാലിച്ച് നിർത്തിയിരുന്നത് അലി ഖമനിയുടെ ഒരു തന്ത്രപരമായ മികവായിരുന്നു എന്ന് പലരും പറയുന്നു. പക്ഷേ ഇപ്പോൾ മുജ്തബ ഖൊമേനിയുടെ കാലത്ത് വന്നപ്പോൾ കുറച്ചുകൂടി ഹാർഡ് ലൈനേഴ്സ്, തീവ്ര വിഭാഗങ്ങൾ ഭരണത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. IRGCയുടെ തലപ്പത്തും ഭരണത്തിൻ്റെ തലപ്പത്ത് പെസഷ്കിയാൻ മിതവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന കരങ്ങൾ തീവ്രമായ വികാരങ്ങളുള്ള കരങ്ങളാണ്. അത് ദേശീയതയുടെ പ്രതിഫലനമായി ഒരുതരം പുതിയൊരു നവദേശീയത ഇറാനിൽ ഉണരുകയാണ്. അതത്ര ആ പ്രദേശത്തിന് അത്ര സ്റ്റെബിലിറ്റി നൽകുന്ന ഒന്നല്ല ആ തീവ്രദേശീയത ഇവിടെ ഉണ്ടായാലും അത് ആത്യന്തികമായി യുദ്ധത്തിൽ കലാശിക്കും. നമ്മൾ കണ്ടതാണ് ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തി നിർത്തിയതിന് പിന്നിൽ തീവ്രദേശീയതകളാണ്. അപ്പോൾ തീവ്രദേശീയതകൾ എപ്പോഴും യുദ്ധത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉൾപ്പെടെ ട്രംപിനെ വധിക്കും എന്ന പ്രസ്താവന, അല്ലെങ്കിൽ ഇറാൻ്റെ സംസ്കാരത്തെ മുഴുവൻ തച്ചുടയ്ക്കും എന്ന ട്രംപിൻ്റെ പ്രസ്താവന, മാറി മാറി ട്രംപ് പറഞ്ഞ നേതൃത്വത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ വില കുറഞ്ഞ പ്രസ്താവനകൾ, ഇതെല്ലാം തന്നെ ആഴത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നുണ്ട് 2 ഭാഗത്തും. അതുകൊണ്ട് അതത്ര നല്ലതിനല്ല. വലിയ ആക്രമണത്തിന് വേണ്ടി യുദ്ധത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കുകയായിരുന്നു അമേരിക്കയും ഇറാനും. അതാണോ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്? വെടിനിർത്തലിൻ്റെ സാഹചര്യം വീണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കാനാകുമോ ഇരു രാജ്യങ്ങളും ഉപയോഗിച്ചത് എന്ന സംശയം പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക ലോകമെമ്പാടുമുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരുന്ന ആയുധങ്ങൾ ഇറാൻ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇറാൻ മുമ്പുണ്ടായിരുന്നതിലും ഇരട്ടി കൊലയാളി ഡ്രോണുകൾ അഥവാ സ്വയം പൊട്ടിത്തെറിച്ച് വലിയ നാശമുണ്ടാക്കാൻ കെൽപ്പുള്ള കാമികാസെ ഡ്രോണുകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളും ഒരു സമാധാന കരാറിൽ എത്താൻ സാധ്യതയില്ല എന്നാണോ പുതിയ സംഭവവികാസങ്ങൾ നൽകുന്ന സൂചന? റീഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, ഇതാണ് സമാധാനകാലത്ത് നടന്നതായി കരുതാവുന്നത്. സമാധാനകാലമെന്ന് പറയാനാവില്ല, വെടിനിർത്തലിൻ്റെ ഹ്രസ്വമായ കാലഘട്ടം. 2 മാസത്തേക്കാണല്ലോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത്. അത് 1 മാസം പോലും തികയുന്നതിന് മുൻപ് വെടിപൊട്ടി. അപ്പോൾ ഈ കാലഘട്ടം ഇറാനും അമേരിക്കയും ഉപയോഗിച്ചത് എന്തിന് എന്നതാണ് ഒരു ചോദ്യം. ഇറാൻ വളരെ പെട്ടെന്നാണ് ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുള്ളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നറിയില്ല. പാലങ്ങൾ പുനഃസൃഷ്ടിക്കാൻ നിമിഷാർത്ഥം കൊണ്ട് റെയിൽവേ ലൈനുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ ഇറാന് കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഉണ്ടായ നഷ്ടങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ഡാമേജുകൾ വളരെ ആഴത്തിലുള്ളതാണ്, സംശയമില്ല. പക്ഷേ ഡാമേജ് റിപ്പയർ ഉൾപ്പെടെ വളരെ സ്പീഡിലാണ്. ഇനിയുമാണ് ആയുധങ്ങളുടെ കാര്യം. ഇപ്പോൾ അമേരിക്ക ഇറാനെ ഭയക്കുന്നത് ആയുധങ്ങളുടെ പ്രഹരശേഷിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ ഒരുതരം ഇക്കോണമിയുണ്ട്, ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഇക്കോണമിയുണ്ട്. ഇക്കോണമി ഓഫ് സ്കെയിലാണ്. അത്
ചെറിയ ചിലവിൽ, വളരെ ചെറിയ ചിലവിൽ ഡ്രോണുകൾ ഉണ്ടാക്കാൻ ഇറാന് കഴിയുന്നു. കേവലം 20,000 മുതൽ $50,000 വരെ ചിലവിൽ ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയുന്നു. അതിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയാണ്, എന്നിട്ട് തുടർച്ചയായി സീരീസ് ആയിട്ട് ഈ ഡ്രോണുകൾ അയക്കുകയാണ്. ഇത് അന്തമില്ലാത്ത എണ്ണം ഡ്രോണുകളാണ്. അത് പെട്ടെന്ന് തന്നെ ഉത്പാദനം സാധിക്കുന്നു. കാരണം തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉണ്ട്. ചൈനയും റഷ്യയും ഒക്കെ കൈമാറിയ ടെക്നോളജി ഉണ്ടാവാം. ഇനി റഷ്യയ്ക്ക് പോലും ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ ഡ്രോണുകൾ ഇറാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഡ്രോൺ നിർമ്മാണ രംഗത്തെ ഒരു വൻ ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. മറ്റൊന്ന് ടർക്കിയാണ്. റഷ്യ ഇപ്പോൾ വീണ്ടും ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ ഇപ്പോൾ ലഭിക്കാനില്ല, ഇപ്പോൾ ഇറാൻ സ്വയം യുദ്ധത്തിലായതുകൊണ്ട്. അതുകൊണ്ട് ഡ്രോണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇറാൻ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ചിലവ് കുറഞ്ഞ ഡ്രോണുകൾ മിക്കതും കമക്കസി കാറ്റഗറിയിലുള്ള ഡ്രോണുകളാണ്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഒരു 13-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ഉണ്ടായ ഒരു കാറ്റത്ത് വരുന്ന ഒരു കാര്യം എന്ന രീതിയിലാണ് കമക്കസി എന്ന വാക്കുണ്ടാകുന്നത്. അതായത് 2-ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ, ജപ്പാൻ്റെ കപ്പലുകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, വിമാനങ്ങൾ പലതും വെടിവെച്ചിട്ടപ്പോൾ ജപ്പാൻ തോൽവി മുന്നിൽ കണ്ടു. പക്ഷേ തോൽക്കാൻ തയ്യാറാവാത്ത ഒരു മനസ്സ് ജപ്പാൻ ഉണ്ടായിരുന്നുകൊണ്ട് ജാപ്പനീസ് പൈലറ്റ്സ്, എയർക്രാഫ്റ്റുകൾ പറത്തിയിരുന്ന വിദ്യാസമ്പന്നരായ പൈലറ്റ്സ് സ്വയം മരിക്കാൻ തയ്യാറായി. ഒരുവൻ മരിക്കാൻ തയ്യാറായാൽ അവന് സർവനാശം എതിർക്കാൻ കഴിയും. അതുകൊണ്ട് നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ചെറിയ വിമാനങ്ങളിൽ, ജാപ്പനീസ് ഫൈറ്റിംഗ് ഫോഴ്സിൽ ഉള്ള വിമാനങ്ങളിൽ മുഴുവൻ പരമാവധി സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് അമേരിക്കൻ നിർമ്മിത കപ്പലുകളിലേക്ക് നേരെ ചെന്ന് ഇടിച്ചിറങ്ങി വിമാനം പൊട്ടിത്തെറിക്കും, കപ്പൽ പൂർണ്ണമായി നശിച്ചു പോകും. ആ വിമാനത്തിലെ വൈമാനികനും ദാരുണ അന്ത്യം സംഭവിക്കും. ഇത് ആത്മഹത്യാ സ്ക്വാഡാണ്. ഇതിനാണ് കാമിക്കസി ഡ്രോണുകളെന്ന് പറയുന്നത്. ഈ കാമിക്കസി ഡ്രോൺ എന്ന ഒരു സംവിധാനം അത് തീർച്ചയായും ഇറാൻ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കുന്ന, അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ, ഗൾഫിലുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്ന അനവധി ആക്രമണങ്ങളിൽ കാമിക്കസി ഡ്രോണുകളാണ് ഉപയോഗിച്ച്. മിസൈലുകളും റോക്കറ്റുകളുമല്ല, ഷാഹിദ് കാറ്റഗറിയിലുള്ള പല റേഞ്ചിലുള്ള മിസൈലുകൾ, ഏതാണ്ട് 50 കിലോഗ്രാം മുതൽ 500 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാവുന്ന ഡ്രോണുകളാണ്. അതുമാത്രമല്ല, താഴ്ന്നു പറക്കാൻ കഴിയുന്ന, റേഡാറുകളെ വെട്ടിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ച് വിജയകരമായി ഏറിയൽ ബാറ്റിലിൽ വിജയകരമായി ഇറാന് കുറേയൊക്കെ മുന്നോട്ട് പോകാനാവുന്നുണ്ട്. കാരണം ഏറിയൽ സുപ്രമസി അമേരിക്കയ്ക്കാണ് എന്ന് പറയുമ്പോഴും മറുപക്ഷത്ത് ഭീതി വിതയ്ക്കാൻ ഈ സ്വാം അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിൽ വൻ തോതിൽ ഡ്രോണുകൾ കുതിച്ചു പായുന്നത് ഇറാൻ ഒരു തന്ത്രം എന്ന നിലയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഈ സമാധാനകാലം, അല്ലെങ്കിൽ ഇപ്പോൾ വെടിപൊട്ടിയതിന് മുൻപുണ്ടായിരുന്ന 2-3 ആഴ്ചക്കാലം ആയുധങ്ങൾ തെച്ചുമിനുക്കി അവരുടെ പ്രഹരശേഷി കൂട്ടി നഷ്ടങ്ങളൊക്കെ കുറച്ചൊക്കെ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. 2 ഭാഗവും പൂർണ്ണ അർത്ഥത്തിൽ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഈ കാലഘട്ടം ഉപയോഗിച്ചു എന്ന് നിരീക്ഷിക്കുന്നവർ പലരാണ്.